ഗൈസ്, ഇന്ന് ഞാൻ വീടിനടുത്ത് നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മിസ്റ്ററി പാറയിലേക്ക് ആട്ടോ പിടിച്ച് ഞാനും എൻ്റെ ഫ്രണ്ട് സിബിയും കൂടെ 2 പൊതിച്ചോറ് കെട്ടി പാറ എക്സ്പ്ലോറേഷൻ ചെയ്യാൻ പോയത്. അതാണ് ഈ വ്ളോഗ്. ഓക്കെ, അപ്പോഴേ നമ്മളിവിടെ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി കഴിയും. ഇനി എന്താണ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു വെയിലത്ത് നൂത്തിടയാ കുട നൂറിടാ. കുട വേണ്ടേ? ഏതിലാണ് പോണ? ആ കാണുന്ന വഴി കൂടെയാണ് പോണേന്നാണ് പറയണം. എന്തായാലും നമുക്ക് നോക്കാം. വീടിനടുത്ത് ഒരു പാറ കിടന്നിട്ട് നമ്മൾ വന്നില്ലെന്ന് വേണ്ട, പക്ഷെ നല്ല വിദൂരമായ ഇടവഴികളിലൂടെ നടന്ന് നമുക്ക് മന്ദം മുമ്പോട്ട് പോവാം. വഴി അറിഞ്ഞൂടെ എനിക്ക്? എടാ വൃത്തിയിട്ടാണ് നീ എവിടെയെങ്കിലും കൊണ്ട് തോലെ അവിടെയൊക്കെ ചുള്ളക്കുഴിയും വെള്ളമൊക്കെ കിടക്കുകയാണ്. അവിടെ ചെന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂന്തിയിരിക്കും. ഗൈസ്, നിങ്ങളുടെ നാട്ടില് പൂന്തി എന്ന് പറയുന്നത് എന്താണ്? നീ വല്ല ചീത്ത വല്ലതും ആണോ? എനിക്കറിഞ്ഞൂടെ. തിരുവനന്തപുരത്ത് പൂന്തി എന്ന് പറഞ്ഞാൽ ചെളിയിൽ കാലൊക്കെ പെട്ട് പോണ സംഭവത്തിനാണ് പൂന്തി എന്ന് പറഞ്ഞത് അല്ലേ? വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ അതിനൊക്കെ? എന്റെ പൊന്നോ, ഇത് ഏതാണല്ലോ കൂടെടാ. ഇതൊക്കെ കണ്ടിട്ട് എത്ര കാലമായി. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതിന്റെ കാലം കൂടെ തൂക്കിക്കൊണ്ടാണ് പോണം. ഈ കാലം കൂടെ ഇവിടെ ഒരു ചൊനിപ്പുണ്ടല്ലോ, ഇത് വെച്ച് ഇങ്ങനെ ഷോൾഡർ പിടിച്ചിട്ട് ഇങ്ങനെ വരും. വാ, ഇവിടെ ഒരു പാറ ഉണ്ടല്ലോ. വലിയ പാറയാണോ അത്? നേരെ പോയാൽ 2 പയ്യന്മാരുടെ വഴി ചോദിച്ച് അപ്പൊ അവരെ കൃത്യമായിട്ട് പറഞ്ഞു ഈ കോൺക്രീറ്റ് റോഡ് വഴി നേരെ പോവുക. വയറും വെച്ചെന്നാണ് നടക്കണം. നീ ചോറ് കഴിച്ചില്ലല്ലേ? എടാ വൃത്തികെട്ടവന്, ഞാൻ വീട്ടിൽ നിന്ന് ഒരു തേങ്ങാക്കൊല്ലം കഴിച്ചില്ല. ഞാൻ ആ വീട്ടിൽ നിന്ന് ചോറും കെട്ടി വിശന്ന് നടന്നു. ചുമ്മയല്ല ഈ സ്റ്റാമിന, അല്ലെങ്കിൽ ഇപ്പൊ കറങ്ങി നടന്നന്. എന്റെ പള്ളി, ഈ തിരിച്ചു വരുന്ന ഭാഗം കൂടെ ഓർത്ത് വെച്ചു. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പോണ വഴി ഓക്കെ, തിരിച്ചു വരാൻ വഴി അറിഞ്ഞു. അതൊക്കെ നമ്മള് ഭൂമിയല്ലേ. കുറെ അടുത്തന്നെ പെടുന്നാണ്ട. ഇവിടെ വണ്ടി കയറുന്ന റൂട്ട് ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ വണ്ടി വരുന്ന റൂട്ട് ചെയ്യണ്ട, പക്ഷെ ഇടവഴി ഒറ്റ വണ്ടിയെ പോകുള്ളൂ കേട്ടോ. ഗൈസ്, ഒരു പ്രശ്നമുണ്ട്. സംഭവം എന്ന് പറഞ്ഞാ ഇതാ കണ്ടോ, മഴക്കോള് പറഞ്ഞു. കാറ്റിനോട് ഇറങ്ങിയെടുത്തോണ്ട് പോകും. അങ്ങനെയാണോ? ഒന്നത് കാറ്റ് ടൈമാണ് ഇപ്പോഴും. എന്തായാലും നോക്കാം, നമുക്ക് ചാലഞ്ചസ് വരിക തന്നെ ചെയ്യും. അതിനെ തരണം ചെയ്ത് കൊണ്ടുപോകാൻ എന്തായാലും. ഇതാ നോക്കിയാൽ എന്റെ പുണ്ണ്, ഇവിടുന്ന് അങ്ങ് മോളറ്റം വരെ ഇട്ട് കണ്ട. ഇത് എന്തിനടാ? ഈ ഫോറസ്റ്റ് മൊത്തം കാടാണല്ലേ. ഇവിടെ മരം മുറിക്കണം. എടാ ഇത് വലിയ പാറയല്ലേ? നോക്കിപ്പോ പാറയുടെ മണ്ടേരും ഫുഡ് കഴിക്കാനാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്ന. സിബി പഴങ്കഞ്ഞിയെ കുടിച്ച് സെറ്റായിട്ട് കയറി പോകണം. ഫാനിയ സ്റ്റാമിന. എനിക്ക് ആ സ്റ്റാമിന ഇല്ല. എന്തൊരു കാടറാ. വല്ല പന്നി വരുമ്പോ കാണുന്നു. വളരെ വലിയൊരു സന്തോഷമുണ്ട് ഗൈസ്. നമ്മൾ കയറി വന്ന വഴി തെറ്റി. ആ വഴി പോണം. വല്ല നടക്കൂടെ ഇന്ന്. അവിടെ കാടെടുത്തോണ്ടിരുന്ന 2 ചേട്ടന്മാര് നമുക്ക് വഴി പറഞ്ഞു തന്നെയാണ് ഗൈസ്. അപ്പൊ അതാണ് ഈ കാടെടുത്ത വഴിയെ ഇതിലേ പോകാൻ വേണ്ടി പറഞ്ഞു. ഇത് കണ്ട ഗൈസ്, ഇവിടുന്ന് കുത്ത് തേരിയാണ്. സിബി പോണണ്ട, മൈക്കിൾ ജാക്സൺ സ്റ്റെപ്പൊക്കെ ഇട്ട് പോണം. എന്റെ പൊന്നതാ നീറിന്റെ കൂട് മുറിച്ചിട്ടിരിക്കുന്നത്. എന്റെ വീടിനടുത്ത് ഇത്രയും വലിയ കാടുള്ള സ്ഥലം ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് കാണുന്നു കേട്ടോ. ഇതില് തന്നെ വന്നാ ഇതില് വഴിയൊക്കെ ഉണ്ട്. പിന്നെ ഫോറസ്റ്റ് ആയ കാട് കാണൂലേ എന്റെ മൂക്കേ. അയ്യോ, കഴുത്തിൽ കൂടെ വള്ളി കുറിക്കണം. ലാഭം എന്തിനാണ് ഈ മുള്ളമന്നി കയറുമ്പോ കയറി പോകാൻ പോലെ പോകണം. സത്യം പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത കാട് കേട്ടാ. എന്റെ പള്ളി, ഇവിടുന്ന് എങ്ങനെ കയറണം? അയ്യോ, അഡ്വഞ്ചറിന്റെ അങ്ങേറ്റ നോക്ക്. ഇവിടുന്ന് അങ്ങ് അറ്റം വരെ ഭയങ്കര കഷ്ടപ്പാടാണോ. ഉള്ളിൽ ഉടയ്ക്കാൻ്റെ വേണ്ട സ്ഥലത്തൊന്നും മുള്ളു കൊള്ളല്ലേ. സത്യം പറഞ്ഞ അന്യായ അഡ്വഞ്ചർ. എങ്ങനെയാണ്ടാ പഴങ്കഞ്ഞിയൊക്കെ വെന്തില്ലേ? വിശക്കണില്ലേ? ഓ, പിന്നെ ഇവിടുന്ന് ഉണ്ടോ? അയ്യോ, ഇവിടുന്ന് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും വേണ്ടി വരും. കാല് പൊളിഞ്ഞാട്ട എന്റെ മുട്ട്. എന്റെ മുട്ട് പറഞ്ഞിട്ട് കാലം കണ്ടോ ഇതിലോട്ട് മുട്ടോണോ? ഇത്രയും വലിയ പാറയാണെന്ന് ഞാനും വിചാരിച്ചു. എന്നെ കളിയാക്കൂലേ? ഇത്രയും അടുത്ത് കിടന്നിട്ട് ഏത് പാറ കണ്ടില്ലെന്ന് തിരിച്ചിട്ടു. അതിനേക്കാളും അടുത്താണ് ഈ പാറ കിടക്കുന്നത്. തിരിച്ചിട്ട പാറ ഇത്രയുണ്ടോ? അയ്യോ, ഇതോ ഗൈസ് എന്റെ പൊന്നു. അയ്യോ, കൈ വറക്കണം എന്റെ. ഇവിടുന്ന് ഇഞ്ഞ് മോളിൽ കയറി കഴിഞ്ഞാൽ നമ്മള് പാറയെ നമ്മളങ്ങനെ കുറച്ച് മുകളിലെത്തി ഗൈസ്. എന്റെ പൊന്നു, ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാ ഇതാ അവിടെ ഒരു പാറ, ഈ പാറയുടെ ബാക്കിയുള്ള പാർട്ട് മുകളിലോട്ട്. സിബിതോ അങ്ങ് മുകളിലെത്തി കണ്ടില്ലേ? അപ്പൊ ഞാനിവിടെ മോളിൽ കയറി വരാം. എന്തൊരു സ്ഥലം എന്റെ ദൈവമേ, ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒരു രക്ഷയില്ല. പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ പോയിട്ടുള്ള പാറയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പാറ. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ്. അഡ്വഞ്ചർ ആയി കഴിഞ്ഞാൽ അമ്മാതിരി അഡ്വഞ്ചർ എടുത്താൽ ഇങ്ങോട്ട് കയറാൻ പറ്റും. അയ്യോ, നമ്മൾ ഇന്നിവിടെ വന്ന വർത്താണ് കേട്ടോ.
സെൽഫി എടുക്കുന്നത്. ഇങ്ങനെയുണ്ട് കൊറേ നാല് ശേഷം മൈൻഡ് ഒക്കെ ഒന്ന് ഫ്രഷ് അടിപൊളി. ഇവിടെ ആരും ചവിട്ടിയതാണെന്നാണ് കേട്ടോ. നോക്കിയാണെ അടിപൊളി പൂളല്ലേ തെറ്റ്. നോക്കിയാണ് അവിടുത്തെ പോയി ചോദിക്കാണ് എന്റെ എന്തോന്ന്. അയ്യോ ഞാൻ എന്താ പറഞ്ഞോടെ. അതായത് നമ്മൾ പൊന്മുടി പാടത്തിന്റെ ഒക്കെ ആ ഒരു ഭാഗം കണ്ടോണ്ടിരിക്കുന്നത്. ഓ ഹെവി കേട്ടോ. നമ്മൾ നല്ല കഷ്ടപ്പെട്ട് ഇനി കയറി വന്നെങ്കിലും അത് വർത്തായി കഴിച്ചു. പാറയിൽ കയറാൻ നല്ല കഷ്ടപ്പാടാണ്, വിശന്ന് ഉപ്പാട് പേർന്ന്. പക്ഷെ ഇത് കണ്ടപ്പോ മൈൻഡിന് കിട്ടുന്ന ഒരു ഫീലിംഗ് അത് വേറെ തന്നെയാണ്. അടിപൊളി. ജില്ലക്ക് ഇവിടെ നിൽക്കണ നല്ല ഭംഗി കേട്ടോ. അടിപൊളി. എടാ ഇതേപോലെയാണ് ഗൈസ് ഈ തിരിച്ചിട്ട പാറ ഇതേ സെയിം വൈബാണ്. പക്ഷെ കുറച്ചുകൂടെ അവിടെ കുറച്ചുകൂടെ നമുക്ക് ഫ്രീഡം ആയിട്ട് കയറാൻ പറ്റും. അതാണ് അവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞത്. നീ ഇത് എത്രാമത്താണ്? രണ്ടാമത്താണ് അവിടെ. എന്നാൽ നീ എന്നിട്ട് വഴി എറിഞ്ഞൂടാ. ഇവ എന്നെയും കൊണ്ട് വേദ കാട്ടുമുക്കി കൂടെ ഒക്കെ ചാടി വന്നു. സത്യം പറഞ്ഞാൽ സിബിയിൽ ഒരു മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഒരു 5-6 തവണയെങ്കിലും വഴി കൊണ്ടുപോയി പഠിപ്പിച്ചാലേ ഇവന് മനസ്സിലാവുള്ളൂ. എന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ വഴി തെറ്റിച്ച് അവസാനം അത് കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വരുള്ളൂ. ഒരു ഊഞ്ഞാലാണ്, പക്ഷെ അതിന്റെ മോട്ട് രണ്ടും പൊത്ത് ഇങ്ങോട്ട് പോകണ്ടെന്നാണ് എന്റെ മൈൻഡ് പറയുന്നത് കേട്ടോ. കണ്ടിട്ട് ഒരുമാതിരി പേടിയാവണം, എനിക്കൊരു ടെറർ ഫീലിംഗ്. അവ അതിനെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. ഗായ്സ് അപ്പോ വയറ് കത്തി തുടങ്ങി, നമുക്ക് കഴിക്കാം. വെള്ളമടിക്കാരന്മാർ വെച്ചിരിക്കും പോലെ 2 കുപ്പി, ഒരു കോതി വിശന്ന് കുടൽ വരും. കത്തണ വയറോടെ നമുക്ക് തുറക്കാം. ഓപ്പണേ. ഓക്കെ തുറക്കട്ടെ. എന്തൊക്കെ ഉണ്ട്? അയ്യോ തുറന്നു ആളെ. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ പൊതിച്ചോറും. എന്തൊക്കെയാണ് കറികൾ നോക്കട്ടെ. ഓ എന്തൊരു മണോടെ. പൊരിച്ച മീന്, അച്ചാറ്, നാരങ്ങ അച്ചാറാണ് കൈ. പിന്നെ തോരനാണ്. പക്ഷെ ഒരു പൊരിച്ച മീനെ അമ്മ തന്നു, കാരണം ഒന്നേ ഉള്ളായിരുന്നു. ഒരു എടാ നിനക്കൂടെയാണ് വെച്ച അങ്ങോട്ട് തുറയടാ. ആ മീൻകറി ഇരിപ്പുണ്ട് കൈ. തുറയടാ മീൻകറി. അത് ചൂരേ ഒന്നും അല്ല. ചൂര എന്ന് പറഞ്ഞ അവന്റെ മുഖം നല്ല രീതിക്ക് പോയി. എനിക്കാണെങ്കിൽ കൊതി വരണം കേട്ടോ. പൊളി. എന്റെ ഒരു പിക്ക്. നിന്റെ പിക്ക ക്യാമറ. ഓ പൊളിയില്ലേ. വേറെ വൈബ്. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനെന്ന് പറഞ്ഞാൽ ചുറ്റും പാറയുണ്ട്, നല്ല ഉച്ചയ്ക്ക് വെയിലടിക്കും. പക്ഷെ ആ വെയിൽ നമുക്ക് കേൾക്കൂല, കാരണം എന്താണെന്നില്ലേ ഈ കാറ്റ് ഒരു പിടിയും കൂടാ. പക്ഷെ നമ്മൾ ഒത്തിരി അഡ്വഞ്ചറും സംഭവങ്ങളൊക്കെ എടുത്തെങ്കിലും ഇവിടെ വന്നിരുന്ന് കഴിക്കുമ്പോൾ മനസ്സിന് നല്ല സമാധാനം അല്ലേ. കഴിച്ചൊന്ന് എൻജോയ് ചെയ്തിട്ട് എന്നിട്ട് വരാം. ഓക്കെ ഫൈനലി നമ്മള് ചോറ് കഴിച്ച് കംപ്ലീറ്റ് ആയി. ഇവിടെ എവിടെയെങ്കിലും കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രകൃതിക്ക് ദോഷം ചെയ്യാതുകൊണ്ട് ബാഗിൽ തന്നെ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്ത് കളയാം. എടുത്തോണ്ടാണോ? ഇപ്പൊ വീണല്ല. സത്യം പറഞ്ഞാൽ ഇതേപോലെ ഒരു 2 പൊതി ചോറോടെ ഉണ്ടായിരുന്നു എന്റെ വയറ് ഇറങ്ങി അല്ലടാ എനിക്ക്. പക്ഷെ ഫോട്ടോ എടുക്കാൻ നല്ല ലൈറ്റ് സെറ്റ് ആയി കേട്ടോ. വേറെ ഏതാ ഒരു ലോകത്ത് പോയിട്ട് വന്ന ഒരു ഫീലാണ് എനിക്ക്. ഫുഡ് കഴിച്ചു നമ്മള്. ഓ വാട്ട് എ ഡേ ഗൈസ്. അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. എന്തായാലും കൊള്ളാം. ബാഗ് നമ്മൾ പറന്നു പോയിരിക്കാൻ വേണ്ടി ആ ചെരുപ്പിന്റെ മണ്ടയിൽ കല്ലും എടുത്ത് മണ്ടയിൽ വെച്ച് കുടയും വെച്ച് എല്ലാം കൂടെ വെച്ചതായിരിക്കും. ഓക്കെ അപ്പൊ ബാഗ് നമുക്ക് പയ്യെ വെച്ചോളാം. എല്ലാം കൂടെ അതിന്റെ തൊട്ട് ഡിസ്പോസ് വീട്ടിൽ കൊണ്ടുപോയി കത്തിച്ചോളാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ടൈമിൽ വരാൻ പാടില്ല. കേറാൻ പ്രോപ്പർ ആയിട്ട് ഒരു സ്ഥലമില്ല. നമ്മൾ തന്നെ ഒരു കാട്ടിന്റെ ഇടയിൽ കൂടെ. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങള്. സിബി പിന്നെ എഡ്യൂക്കേഷൻ യൂട്യൂബർ ആയിട്ടാണ് ഇത്ര ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ പറയണത്. നല്ല പ്ലേസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മലതോ മുട്ടി, മലയല്ല മേഘന്തോ മുട്ടി പറഞ്ഞു. എന്തായാലും നൈസ് വൈബ് ഗൈസ്. ഇനി നമ്മൾ കുറച്ച് പിക്ക് എല്ലാം കൂടെ എടുത്തൊന്ന് വൈബ് ചെയ്ത് ചില്ലടിച്ച് അടിപൊളിയായിട്ട് വരാം ഗൈസ്. അപ്പൊ ഫൈനലി നമ്മൾ നല്ല രീതിക്ക് ചില്ലടിച്ച് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. അങ്ങനെ നമ്മൾ നേരെ ഇവിടുന്ന് നമ്മുടെ അഡ്വഞ്ചർ ട്രിപ്പ് ഇന്നത്തെ ഇവിടുന്ന് ഇറങ്ങാൻ പോയിട്ട് ഗൈസ്. മൊത്തത്തിൽ ടോട്ടലി വൺ ഓഫ് ദി വർത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി. കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള പ്ലേസ് ആണ് ഗൈസ്. അപ്പൊ അത് നിങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ ഇവിടെ നേരെ ഇറങ്ങി മൊത്തത്തിൽ കളറായി ഗൈസ്. അപ്പൊ വീട്ടിൽ വന്ന് കയറിയപ്പോ ഉണ്ണിക്കുട്ടൻ പഠിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ എന്താ വീട്ടിൽ വന്ന് കയറി. ദോ ഒരു കറുത്ത കാക്ക ഇരിക്കുന്നു. ഉണ്ണിക്കുട്ടൻ ഇതൊരു കറുത്ത കാക്കയെ കണ്ടിട്ടില്ല. അയ്യോ പാടാ വാ നമുക്ക് അവിടെ എടുക്കാം വാ. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യണം ഗൈസ്. നിങ്ങൾക്ക് ഹോപ്പ് യു ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, മറക്കാതെ കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇതേപോലെ ഒരു അടിപൊളി വ്ളോഗ് കാണുമ്പോഴേക്കും ഗുഡ് ബൈ.